ബേസിക് മാത്തമാറ്റിക്കൽ അനാലിസിസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കോൺട്രാക്റ്റീവ് സീക്വൻസസ്. സോ ഈ സെക്ഷനിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് കോഷി സീക്വൻസ്, ദെൻ കോഷീസ് കൺവെർജൻസ് ക്രൈറ്റീരിയ. എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് കൺവേർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് എ കോഷി സീക്വൻസ്. ദെൻ അത് ബേസ് ചെയ്തിട്ടുള്ള ചില എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇന്ന് പഠിക്കുന്നത് കോൺട്രാക്റ്റീവ് സീക്വൻസസ്. അപ്പോൾ നമുക്ക് എന്താണ് കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് നോക്കാം. എ സീക്വൻസ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് കോൺട്രാക്റ്റീവ് ഇഫ് ദർ എക്സിസ്റ്റ് എ കോൺസ്റ്റൻറ്റ് സി. ഈ സിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 and 1 such that absolute value of xn plus 2 minus xn plus 1 is less than or equal to this constant into absolute value of xn plus 1 minus xn, and this should be true for every n element of n. Then ഈ നമ്പർ സിയെ നമ്മൾ കോൺസ്റ്റൻ്റ് ഓഫ് കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, suppose my sequence is 1/2 power n. ഇവിടെ xn plus 2 എന്ന് പറയുന്നത് 1/2 power n plus 2 minus xn plus 1 is 1/2 power n plus 1. I can write this as 1/2 into 1/2 power n plus 1 minus 1/2 power n. ഇവിടെ 1/2 എന്ന് പറയുന്നത് നമുക്കൊരു കോൺസ്റ്റൻ്റ് ആണ്, ആൻഡ് ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. സോ ദിസ് ഇസ് സെയിം ആസ് 1/2 ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1/2 പവർ n plus 1 മൈനസ് 1/2 പവർ n. സോ ആക്ച്വലി വി ഗോട്ട് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn plus 2 minus xn plus 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് ഈ എക്സാക്ട്ലി ഈക്വൽ ടു എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈക്വൽ ആണെങ്കിലും നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയാം, കാരണം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാൻ ഒന്നുകിൽ ലെസ് അല്ലെങ്കിൽ ഈക്വൽ ആയാൽ മതി. സോ 1/2 ടൈംസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn plus 1 മൈനസ് xn എന്നിവിടെ എഴുതാൻ പറ്റുന്നുണ്ട്. സോ ദിസ് ഈസ് എ കോൺട്രാക്റ്റീവ് സീക്വൻസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു തിയറാണ്, എവറി കോൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് എ കോഷി സീക്വൻസ്. കോഷി സീക്വൻസ് ആണെങ്കിൽ നമുക്കറിയാം അത് കൺവെർജൻ്റ് ആണ്, ബിക്കോസ് കോഷീസ് കൺവെർജൻസ് ക്രൈറ്റീരിയൻ സേസ് ദാറ്റ് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ഇസ് കൺവെർജൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് കോഷി. സോ ഇഫ് ഇറ്റ് ഈസ് എ കോഷി സീക്വൻസ് ഇറ്റ് ഈസ് certainly convergent. So the theorem says that every contractive sequence is a Cauchy sequence. സോ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സീക്വൻസ് എക്സ് ഒരു കോൺട്രാക്റ്റീവ് സീക്വൻസ് ആണെന്ന് എടുക്കണു. അങ്ങനെയാണെങ്കിൽ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ദർ എക്സിസ്റ്റ് എ കോൺസ്റ്റൻറ്റ് സി വിച്ച് ലൈസ് ബിറ്റ്വീൻ 0 and 1 സച്ച് ദാറ്റ് ഫോർ ഓൾ എൻ വി ഹാവ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn plus 1 മൈനസ് xn plus 2 മൈനസ് xn plus 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn plus 1 മൈനസ് xn. പക്ഷേ ഈ xn plus 1ഉം xnഉം ഒക്കെ ഇതേ സീക്വൻസിലെ തന്നെ ആൾക്കാരാണ്. സോ ഇതേ ഡെഫിനിഷനിൽ ഞാൻ എന്നിന് പകരം n-1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I will get absolute value of xn plus 1 minus xn is less than or equal to the same constant c into absolute value of xn minus 1. ഈ പ്രോപ്പർട്ടി ഞാൻ ഈ 1 പറയുന്ന ഇനീക്വാളിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് കരുതാം. സോ ഇവിടെ നമുക്കൊരു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn plus 1 മൈനസ് xn ഉണ്ട്. അതിന് പകരം സി ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓൾറെഡി ഇവിടെ ഒരു സി ഉണ്ട്, ഇപ്പോൾ വീണ്ടും ഒരു സി വന്നു. സോ സി സ്ക്വയർ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് 1 എന്ന് പറയാം. അതായത് ഇതാണിപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് നോക്കാം. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn plus 2 മൈനസ് xn plus 1 ഡെഫിനിഷൻ അനുസരിച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn plus 1 മൈനസ് xn ആണ്. ഇപ്പം നമുക്ക് കിട്ടി ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് 1. വീണ്ടും ഞാൻ ഈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് 1 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് 1 മൈനസ് xn മൈനസ് 2 ആയിരിക്കും. ദെൻ
സി സ്ക്വയർ എന്നുള്ളത് ഇവിടെ സി ക്യൂബായി. ഇത് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. സോ ദാറ്റ് എനിക്ക് എന്തായാലും അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x2 മൈനസ് x1 വരുന്ന വരെ പോകാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും എനിക്കിവിടെ c പവർ n കിട്ടിയിട്ടുണ്ടായിരിക്കും. സോ വി ക്യാൻ സേ ദാറ്റ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn പ്ലസ് 2 മൈനസ് xn പ്ലസ് 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു c പവർ n ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x2 മൈനസ് x1 ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി ഞാൻ രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുകയാണ്, എമ്മും എന്നും. നാച്ചുറലി ഇതിലേതെങ്കിലും ഒന്ന് മറ്റതിനേക്കാൾ വലുതായിരിക്കണം. അപ്പോൾ വലുതിൻ്റെ പേര് എമ്മും ചെറുതിൻ്റെ പേര് എന്നും. സോ വി ആർ എസ്റ്റിമേറ്റിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് എം ആൻഡ് എക്സ് എൻ. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ സെഷനിൽ പ്രോബ്ലംസിൽ ചെയ്തിരുന്ന പോലെ നമ്മൾ എക്സ് എമ്മിനും എക്സ് എന്നിനും ഇടയിലുള്ള എല്ലാ ടേംസും സബ്ട്രാക്റ്റ് ചെയ്യണു, ആഡ് ചെയ്യണു. സോ absolute value of xm minus xm minus 1 plus xm minus 1 minus xm minus 2 plus xm minus 2 etc. minus xn plus 1 plus xn plus 1 minus xn. then ആ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി പ്രകാരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xm minus xm minus 1 plus absolute value of xm minus 1 minus xm minus 2 plus etc. absolute value of xn plus 1 minus xn. then നമുക്ക് നേരത്തെ കിട്ടിയ പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്കിതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു c പവർ m മൈനസ് 2 absolute value of x2 മൈനസ് x1 പ്ലസ് c പവർ m മൈനസ് 3 absolute value of x2 മൈനസ് x1 പ്ലസ് എക്സെട്ര c പവർ n മൈനസ് 1 absolute value of x2 മൈനസ് x1 എന്ന് എഴുതാം. ഇതിൽ എല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്ക് absolute value of x2 minus x1 ഉണ്ട്, then c power n minus 1 ഉണ്ട്. സോ അത് നമ്മൾ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ absolute value of x2 minus x1 c power n minus 1 then product with, ഇവിടെ ഇനി നമുക്ക് 1 ആണ് ബാക്കിയുള്ളത് കാരണം നമ്മൾ ഫുൾ ഔട്ട്സൈഡ് എടുത്തു. സോ 1 പ്ലസ് തൊട്ട് മുമ്പത്തെ ടേം എന്ന് പറയുന്നത് c പവർ n ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് x2 മൈനസ് x1 എന്നായിരിക്കും. സോ അവിടെ ഒരു c ബാക്കി ഉണ്ടാവും. ഇങ്ങനെ ലാസ്റ്റ് ഈ ടേമിൽ നമുക്ക് c പവർ m മൈനസ് 2 മൈനസ് n പ്ലസ് 1 എന്ന് വരും. സോ c പവർ m മൈനസ് n മൈനസ് 1. ഇതിപ്പോൾ ജി പിയുടെ സമ്മ് പോലെയാണ് ഇരിക്കുന്നത്, സം ഓഫ് m മൈനസ് n ടേംസ്. So this is absolute value of x2 minus x1 c power n minus 1. GPയുടെ സമ്മ് ഇവിടെ 1 മൈനസ് c പവർ m മൈനസ് n ഡിവൈഡഡ് ബൈ 1 മൈനസ് c എന്ന് കിട്ടും. ഇതിൽ ഈ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ 1 മൈനസ് c പവർ m മൈനസ് n എന്ന് പറയുന്നത് എന്തായാലും 1നേക്കാൾ ചെറുതാണ്. സോ ദിസ് ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ absolute value of x2 minus x1 c power n minus 1 divided by 1 minus c. ഇതിനെ ഞാൻ 1 വെച്ച് റീപ്ലേസ് ചെയ്തു, അപ്പോഴാണ് എനിക്കിവിടെ ലെസ് ദാൻ ആയത്. ഇതിൽ absolute value of x2 minus x1 this is a constant because ഒരു സീക്വൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേമിന് ഒരൊറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. അതുപോലെ സി ഒരു കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 1 മൈനസ് സി എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. മാത്രമല്ല സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയതുകൊണ്ട് 1 മൈനസ് സി പോസിറ്റീവ് ആണ്. ഇവിടെ മുകളിലാണെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ എടുത്തിരിക്കുന്നത് കൊണ്ട് അതും നോൺ നെഗറ്റീവ് ആണ്. സോ ദിസ് ഇസ് എ നോൺ നെഗറ്റീവ് കോൺസ്റ്റൻറ്റ്. ബാക്കി ഇവിടെ ഉള്ളത് സി പവർ n മൈനസ് 1 ആണ്. അപ്പോൾ സിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞിരുന്നു സി ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് 1. അങ്ങനെയാണെങ്കിൽ ഈ സി പവർ n അല്ലെങ്കിൽ സി പവർ n മൈനസ് 1 എന്ന് പറയുന്നത് വിൽ കൺവേഴ്സ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഇതാണ്, എന്നിൻ്റെ വാല്യൂ വലുതാകും തോറും ദിസ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എ സീക്വൻസ് കൺവേർജസ് ടു 0 ഫോമിലാണ് ഇതുള്ളത്. സോ ആസ് n ഗോസ് ടു ഇൻഫിനിറ്റി the right hand side will go to 0. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ സംഭവിക്കണേ നോക്കുക. n വലുതാകും തോറും എമ്മും വലുതാവുകയാണ് ചെയ്യുക, ബിക്കോസ് ബൈ അവർ അസംഷൻ m ഇസ് ഗ്രേറ്റർ ദാൻ n. ഓക്കെ, സോ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതാണ്, എമ്മും എന്നും വലുതാകുമ്പോൾ absolute value of xm minus xn will converge to 0 എന്നാണ് നമുക്ക് കിട്ടുന്നത്. That means sequence xn is a Cauchy sequence.
കോഷി സീക്വൻസ് ആയതുകൊണ്ട് ബൈ കോഷീസ് കൺവെർജൻസ് ക്രൈറ്റീരിയ അത് കൺവെർജൻ്റ് ആയിരിക്കുകയും ചെയ്യും. ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച തിയറത്തിൻ്റെ പ്രൂഫ്. അതായത് എല്ലാ കോൺട്രാക്റ്റീവ് സീക്വൻസും കോഷി സീക്വൻസുമാണ്, കൺവെർജൻറ്റുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കൊറോളറിയും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കൊറോളറി പറയുന്നത് സീക്വൻസ് എക്സ് എൻ ഒരു കോൺട്രാക്റ്റീവ് സീക്വൻസ് ആണ് എന്ന് അസ്യൂം ചെയ്യണു. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റൻറ്റിനെ നമ്മൾ സി എന്ന് വിളിക്കണു. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. ഈ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തു കോൺട്രാക്റ്റീവ് സീക്വൻസ് ആണെങ്കിൽ അത് കൺവെർജൻ്റ് ആണ്. ഇപ്പോൾ കൺവെർജൻ്റ് ആവുമ്പോൾ നമുക്കതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. ദെൻ ദ കൊറോളറി സേസ് ദാറ്റ് absolute value of x minus xn less than or equal to c power n minus 1 divided by 1 minus c absolute value of x2 minus x1. And the next result says that absolute value of xn minus x less than or equal to c by 1 minus c absolute value of xn minus xn minus 1. ഇങ്ങനെ രണ്ട് റിസൾട്ടുകളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൽ ആദ്യത്തെ റിസൾട്ടിൻ്റെ പ്രൂഫ് ഓൾറെഡി നമ്മൾ കോൺട്രാക്റ്റീവ് സീക്വൻസ് കോഷി സീക്വൻസ് ആണ് എന്ന് പ്രൂവ് ചെയ്തതിൽ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇനി ഒരു സ്റ്റെപ്പേ ബാക്കിയുള്ളൂ. എനിവേ ഒന്നും കൂടി ഞാനത് റിപ്പീറ്റ് ചെയ്യാണ്. സോ ഒരു കോൺട്രാക്റ്റീവ് സീക്വൻസ് ആണ് എക്സ് എൻ എന്നെടുത്തു. അതിൻ്റെ കോൺസ്റ്റൻ്റ് ആണ് സി. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. Then absolute value of xn plus 2 minus xn plus 1 is less than or equal to c into absolute value of xn plus 1 minus xn by the definition of contractive sequence. Then ഈ കോൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്ക്വയർ ഇൻറ്റു ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 1. ഇതൊക്കെ കഴിഞ്ഞ പ്രൂഫിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. സോ നമുക്കിങ്ങനെ ഒരു ഇനീക്വാളിറ്റീസ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അൾട്ടിമേറ്റ്ലി വി വിൽ ഗെറ്റ് absolute value of xn plus 2 minus xn plus 1 is less than or equal to c power n absolute value of x2 minus x1 for all n element of natural numbers. Then we are taking m is greater than n, രണ്ട് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എന്നിട്ട് absolute value of xm minus xn എന്താണെന്ന് ഇവാലുവേറ്റ് ചെയ്യണു. അത് നേരത്തെ പോലെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ നമുക്ക് this is less than c power n minus 1 divided by 1 minus c when absolute value of into absolute value of x2 minus x1 എന്ന് പറയാൻ പറ്റും by the same reason. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ m tends to infinity എന്ന് ലിമിറ്റ് എടുക്കുക. m tends to infinity എന്ന് ലിമിറ്റ് എടുക്കുമ്പോൾ xm will go to x so that we will get absolute value of x minus xn less than or equal to c power n minus 1 by 1 minus c absolute value of x2 minus x1. ഓക്കെ, സോ കൊറോളറിയുടെ ഫസ്റ്റ് പാർട്ട് ഓക്കെ ആയി. ഇനി നമുക്ക് സെക്കൻഡ് പോർഷൻ പ്രൂവ് ചെയ്യണം. അതിന് വീണ്ടും എം ഗ്രേറ്റർ ദാൻ എൻ എടുത്തു. നമ്മൾ നേരത്തെ ചെയ്ത പോലെ എക്സ് എമ്മിൻ്റെയും എക്സ് എന്നിൻ്റെയും ഇടയിലുള്ള എല്ലാ ടേംസും ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ദെൻ വി ഹാവ് അപ്ലൈഡ് ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ കോൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ absolute value of xn plus 1 minus xn is less than or equal to c into absolute value of xn minus 1 ആണ്. ഇനി ഞാൻ അസ്യൂം ചെയ്യാണ്, ഇവിടെ ഞാൻ n plus 1 ആണ് എടുത്തിരിക്കുന്നത്. അടുത്ത കേസിൽ ഞാൻ ഇതിനെ n plus k എന്ന് വിളിക്കുകയാണ്. if absolute value of xn plus k minus xn plus k minus 1 less than or equal to c power k absolute value of xn minus 1 ആണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. if this is true then absolute value of xn plus k plus 1 minus xn plus k less than or equal to ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ട്രയാങ്കിൾ നമ്മുടെ കോൺട്രാക്റ്റീവ് സീക്വൻസിൻ്റെ ഡെഫിനിഷനാണ്. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി absolute value of xn plus k minus xn plus k minus 1. ആൻഡ് ഇവിടെ നമ്മുടെ അസംഷൻ പ്രകാരം ഈ പറയുന്നയാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി പവർ കെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് 1 ആണ്. ഓൾറെഡി ഇവിടെ ഒരു സി ഉണ്ട്. ഈ സി പവർ കെയും കൂടെ ആകുമ്പോൾ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി പവർ കെ പ്ലസ് 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് xn മൈനസ് 1 കിട്ടും. ദാറ്റ് മീൻസ് പ്രിൻസിപ്പിൾ ഓഫ്
മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രകാരം നമുക്ക് ഈ പറയുന്ന കാര്യം എല്ലാ കെകൾക്കും ട്രൂ ആണ് എന്ന് പറയാം. അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ പ്ലസ് കെ മൈനസ് എക്സ് എൻ പ്ലസ് കെ മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി പവർ കെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 1. ഇനി ഇതാണിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കണേ. നമുക്ക് നേരത്തെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എം മൈനസ് എക്സ് എൻ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഓരോന്നിലും ഞാൻ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ എം എന്നുള്ളതിനെ എനിക്ക് എൻ പ്ലസ് എം മൈനസ് എൻ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ കെയുടെ സ്ഥാനത്ത് എം മൈനസ് എൻ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി പവർ എം മൈനസ് എൻ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 1. അടുത്ത ടേമിൽ സി പവർ എം മൈനസ് എൻ മൈനസ് 1 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേമിൽ നമുക്ക് സി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 1. ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് നമുക്കൊരു സിയും ഉണ്ട്, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 1 ഉണ്ട്. ദെൻ ബാക്കിയുള്ളത് എന്താവും നോക്കുക, ഇവിടെ 1 ആവും, ഇതിന് മുമ്പ് ഒരു സി ഉണ്ടാവും, ദെൻ ഒരു സി സ്ക്വയർ, അങ്ങനെ സി പവർ എം മൈനസ് എൻ മൈനസ് 1 വരെ ഉണ്ടാവും. ഇത് വീണ്ടും ജി പി ആണ്. സോ ഇതിനെ നമുക്ക് 1 മൈനസ് സി പവർ എം മൈനസ് എൻ ബൈ 1 മൈനസ് സി ഇൻറ്റു സി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 1 എഴുതാൻ പറ്റും. ദെൻ കഴിഞ്ഞ പ്രൂഫിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ 1 മൈനസ് സി പവർ എം മൈനസ് എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. 1 മൈനസ് സി പവർ എം മൈനസ് എൻ ലെസ് ദാൻ 1 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദിസ് ഇസ് ലെസ് ദാൻ സി ബൈ 1 മൈനസ് സി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എൻ മൈനസ് 1 എന്ന് കിട്ടും. ദെൻ ടേക്ക് ലിമിറ്റ് ആസ് എം ടെൻസ് ടു ഇൻഫിനിറ്റി so that we will get absolute value of x minus xn less than or equal to c by 1 minus c absolute value of xn minus 1 എന്ന് പറയാം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതോടുകൂടി നമ്മുടെ സെക്ഷൻ 3.5 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോപ്പർലി ഡൈവർജൻറ്റ് സീക്വൻസസ്. അത് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം.